ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മളുടെ വീടിൻ്റെ അടുത്ത ഒരു അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ഒരു വ്ലോഗായിട്ടാണ് വന്നേക്കുന്നത്. വിചാരിച്ചല്ല ഉത്സവം കാണാൻ പോകണമെന്ന്, പക്ഷേ ഇവർ വന്ന് നിർബന്ധിച്ചാൽ പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ പോയി. ഞങ്ങൾ രാത്രി പോയി, പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞാൽ പോയത്. അതുമല്ല, ഈ അമ്പലത്തിലെ ഉത്സവം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ 7-8 വർഷത്തിൻ്റെ ഗ്യാപ്പിലാണ് ഇത്രയും നല്ല ഗ്രാൻഡായിട്ട് ഈ ഉത്സവം നടക്കുന്നത് തന്നെ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പോയി. ഞങ്ങൾ പെട്ടെന്ന് വരാമെന്നും പറഞ്ഞാണ് പോയത്, പക്ഷേ അവിടുത്തെ പ്ലോട്ട് വേറെ ഒരു സമയമെടുത്തു. അതിൻ്റെ ഇടയിൽ ശിങ്കാരി മേളവും അങ്ങനെ ഭയങ്കര നല്ല വൈബായിരുന്നു. ഞങ്ങളങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, അത് പിന്നെ മുഖ്യമാണല്ലോ. അങ്ങനെ ശിവൻ്റെ താണ്ഡവം അത് സൂപ്പറായിരുന്നു. ആ മ്യൂസിക്കൊക്കെ കേട്ട് നല്ല രസമായിരുന്നു. പക്ഷേ എനിക്ക് ആ ഫ്രണ്ടിൽ പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുപോലത്തെ ക്രൗഡായിരുന്നു. എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. സോ അങ്ങനെ കുറേ പ്ലോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ദാണ്ട് ശിവൻ തിരിച്ചു പോകുന്നു. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വേറെ കുറേ ഇത് കൊണ്ടുവന്നു. പിന്നെ ഇത് ശരവണ ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ശരവണ ഭഗവാനാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അറിയത്തില്ല. അപ്പം നമ്മൾ ഇങ്ങനെ കുറേ ശിങ്കാരി മേളമൊക്കെ കേട്ട് കുറേ നാളുകൾക്ക് ശേഷം ഈ സംഭവം എല്ലാം കാണുന്നത്. ഐ തിങ്ക് കോവിഡിനൊക്കെ ശേഷം ആദ്യമായിട്ടൊന്ന് വേണം പറയാം. കോവിഡിന് മുന്നേ ഈ അമ്പലത്തിൽ ഉത്സവം നടക്കത്തില്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരുന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് മസാല കടലയൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ ഇതൊക്കെ കണ്ട് നല്ല രസമുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം ഇതൊക്കെ കണ്ട് നല്ല ഹനുമാൻ്റെ ഡ്യൂപ്പൊക്കെ അടിപൊളി. പെണ്ണുങ്ങളെ പോലെയൊക്കെ ആണുങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതെന്ത് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്കറിയത്തില്ല, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല. പക്ഷെ നല്ല രസമായിരുന്നു കാണാനൊക്കെ, നല്ല കളർഫുള്ളായിരുന്നു. രാത്രി ഞങ്ങൾ ശിങ്കാരി മേളം കെട്ടി ഇങ്ങനെ തുള്ളി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ കരിമ്പൊക്കെ വാങ്ങിക്കാൻ പോയി. ഞങ്ങളെ ഫ്രണ്ടാണിത്. അപ്പോൾ ഞങ്ങൾ കരിമ്പൊക്കെ വാങ്ങിക്കാൻ പോയി. ഞങ്ങൾ കുറേ നേരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരം നടന്ന് രാത്രി 10 മണിയായി ഈ സംഭവങ്ങളെല്ലാം തീരാൻ എടുത്തപ്പം. പിന്നെ അതേ ഹനുമാനല്ല, സോറി, ഇത് ഗണപതിയൊക്കെ വന്ന് നല്ല രസമായിരുന്നു കാണാൻ തന്നെ. നല്ല റിയലായിട്ട് വന്ന പോലെ ഉണ്ടായിരുന്നു. ഒരു പ്ലോട്ട് പോലൊന്നും അല്ലായിരുന്നു തോന്നിയത്. അത്ര നല്ല റിയാലിറ്റി ആയിരുന്നു. ആനയുണ്ടായിരുന്നു, 2 ആനയുണ്ടായിരുന്നുള്ളൂ, പക്ഷെ പ്ലോട്ട് തോനെയുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ക്രൗഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡ്. അങ്ങനെ ഞങ്ങൾ കരിമ്പ് വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോന്നു. അത്രേ ഉള്ളൂ. ടാറ്റാ.